ടർക്കിഷ് സർക്കം സിനിമ പിൻവലിച്ചതിനെതിരെ നടി ആമിന നിജാം രംഗത്ത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് സിനിമ പിൻവലിച്ചത് അറിഞ്ഞതെന്ന് ആമിന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംവിധായകനോടും നിർമ്മാതാവിനോടും ചോദിച്ചപ്പോഴാണ് മതനിന്ദ ആരോപണം അറിഞ്ഞതെന്നും തനിക്ക് ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും ആമിന പറഞ്ഞു. സിനിമ പിൻവലിച്ചതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെങ്കിൽ അന്വേഷണം വേണമെന്നും ആമിന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ടർക്കിഷ് തർക്കം സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ അഭിനേത്രി കൂടിയായ ആമിന നിജാമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. ആമിന, ഈ സിനിമ പിൻവലിക്കുന്ന കാര്യം നിങ്ങൾ ഔദ്യോഗികമായി തന്നെ നിർമ്മാതാക്കളും മറ്റും അറിയിച്ചിരുന്നോ? എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പടത്തിൻ്റെ കാര്യം. അപ്പം നമ്മളിത് കുറച്ച് താൽക്കാലികമായി പിൻവലിച്ചിട്ട് നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് മാത്രമേ ഇത് റിലീസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് നമുക്കത് പടം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ നല്ലൊരു സിനിമയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാനും അത് എഗ്രി ചെയ്തു. ആരാണ് ഇതിന് പിന്നിൽ? ഒരു സംഘടനകളാണോ അതോ വ്യക്തികളാണോ എന്നതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടോ അവർ? ഇല്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പുറത്തുവിടാൻ പറ്റാത്തത് കൊണ്ടാണ്, അത് പ്രശ്നങ്ങളാവുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇന്നലെ ലുക്മാനൊക്കെ ആണെങ്കിലും പോസ്റ്റ് ഇട്ടത് അത്തരത്തിലൊരു ഭീഷണി നേരിടേണ്ടി വന്നിട്ടില്ല, ലുക്മാന് പരിചയമുള്ളവർക്കും അങ്ങനെ നേരിടേണ്ടി വന്നില്ല. ആമിനയ്ക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടോ? ഭീഷണിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ കോളിങ്ങിലൂടെ ആവട്ടെ അങ്ങനെ എന്തെങ്കിലും നേരിടുന്നു? ഇല്ല, എനിക്ക് ഒരു ഭീഷണിയും വന്നിട്ടില്ല. അപ്പം അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് ഒരു ഭീഷണിയോ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ആകെ ഒരു തിയേറ്റർ വിസിറ്റിൻ്റെ സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഒരാൾ കുറച്ചൊരു മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പെട്ടെന്ന് പ്രതികരിച്ചത്. ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളടക്കം ഇന്നലെ VT ബൽറാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ വളരെ ഒരു ഗൂഢതന്ത്രമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ആ ലുക്മാൻ ആണെങ്കിലും ആ ഒരു അഭിപ്രായമാണ് വെക്കുന്നത്. ഇതിന് ദുരുദ്ദേശമുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടുക തന്നെ വേണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആമിനയും അങ്ങനെയാണ്, ഇതിനൊരു പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ദുരുദ്ദേശം ഉണ്ടോ എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ദുരുദ്ദേശം ഉണ്ടെന്ന്. പക്ഷേ അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. ബിക്കോസ് ആർക്കും ഒരു രീതിയിലും ദോഷപ്പേര് ഉണ്ടാവരുത്, ഒരു മോശം ഇത് ഉണ്ടാവരുത് എന്നാണ് ആലോചിക്കുന്നത്. ബിക്കോസ് നല്ല പടമാണ്, എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്, അത് മോശമായിട്ട് ആരെയും ബാധിക്കരുത്. അരുൺ നമ്പ്യാർക്കൊപ്പം കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ.